അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്ദുൽ കബീർ ഫൈലിയാണ് ചെറുകോട്. എറണാകുളം യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ വിദഗ്ധനായ ഡോക്ടറും പ്രഗത്ഭനായ യൂറോളജിസ്റ്റും സർജനുമൊക്കെയായിരുന്ന പ്രിയങ്കരനായ സ്നേഹിതൻ കെ യൂനുസ് ഡോക്ടറുടെ അപ്രതീക്ഷിതമായ വിയോഗം മനസ്സാന്തരങ്ങളെ ഇപ്പോഴും നൊമ്പരപ്പെടുത്തുകയാണ്. മലാറ്റൂര് ചെമ്മാണിയോട്ടെ മുഹമ്മദ് ഹാജി ഫൗസിയുടെ ഏക ആൺതരിയും കുടുംബത്തിന്റെ അത്താണിയുമായിരുന്ന പ്രിയപ്പെട്ട ഡോക്ടർ യൂനുസ് ഭാര്യ പ്രിയപ്പെട്ട ഡോക്ടർ ജുമാനത്തിനെയും മക്കളായ ഇസ്സ, യാസിൻ, ഡയ്യാൻ എന്ന കൊച്ചുമക്കളെയും വൃദ്ധ മാതാപിതാക്കളെ കൈവശം ഏൽപ്പിച്ചുകൊണ്ടാണ് എന്നേക്കുമായി നമ്മളോട് യാത്ര പറഞ്ഞിരിക്കുന്നത്. സർവശക്തനായ അള്ളാഹു പ്രിയപ്പെട്ട സ്നേഹിതന്റെ കവറിടം സ്വർഗത്തോപ്പായി കൊടുക്കട്ടെ. തെറ്റുകുറ്റങ്ങളൊക്കെ മാപ്പാക്കി കൊടുക്കട്ടെ. സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹുത്തല കബൂലാക്കട്ടെ. ആ കുടുംബത്തിന് അള്ളാഹുത്തല സഹനശേഷി നൽകട്ടെ. സ്വർഗീയ കവാടങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ കവറിലേക്ക് തുറന്നു കൊടുത്ത് അന്ത്യനാൾ വരെ സമാധാനത്തോടെ സന്തോഷത്തോടെ അള്ളാഹുത്താല കവറിൽ ജീവിതം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് അള്ളാഹുവോട് പ്രാർത്ഥിക്കാം. ചെറുപ്പം മുതൽക്ക് തന്നെ ഒരു 13-14 വയസ്സ് മുതൽക്ക് തന്നെ അഭേദ്യമായ ബന്ധവും സുഹൃദ് പ്രിയപ്പെട്ട യൂനുസുമായി ഈ വിനീതന് ഉണ്ടായിരുന്നത്. അത് 41 വയസ്സുവരെ ഉന്നതങ്ങൾ വിരാജിക്കുമ്പോഴും ആ ബന്ധം നിലനിർത്തി എന്നുള്ളതും ഒരു പ്രത്യേകതയായി ഈ വിനീതൻ കാണുകയാണ്. ഏത് സന്ദർഭങ്ങളിലും ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ആരായുകയും ചോദിക്കുകയും അതിനു പറ്റുന്ന മരുന്നുകൾ നിർദ്ദേശിക്കുകയും വിദഗ്ധന്മാരായ ഡോക്ടർമാരെ കാണാനൊക്കെ നിർദ്ദേശിച്ചുകൊണ്ടായിരിക്കും പലപ്പോഴും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ ഉണ്ടാവുക. പ്രത്യേകിച്ച് പ്രമേഹ രോഗിയായ ഈ വിനീതനോട് വളരെയേറെ കർക്കശമായ രീതിയിൽ തന്നെ നിയന്ത്രിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും വിദഗ്ധന്മാരായ ഡോക്ടർമാരുടെ അടുത്തേക്ക് അദ്ദേഹം തന്നെ പ്രത്യേകമായി താല്പര്യമെടുത്തുകൊണ്ട് പോകാൻ വേണ്ടി പറയുകയും ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ ഞാൻ ഓർക്കുകയാണ്. പ്രിയപ്പെട്ട ഡോക്ടറുടെ പ്രിയപ്പെട്ട മാതാവ് ഫൗസിയ പ്രമേഹ രോഗിയാണ്. എന്നോടെപ്പോഴും പറയാറുള്ളത്, പ്രിയപ്പെട്ട മാതാവ് ശ്രദ്ധിക്കുന്നില്ല, ഉമ്മാനെ ശ്രദ്ധിക്കാൻ വേറൊരാൾ വേണം, ഭക്ഷണ രീതികളൊന്നും കൺട്രോൾ ചെയ്യുന്നില്ല എന്നുള്ള പരാതി പലപ്പോഴും ഉമ്മാനെ കുറിച്ച് പറയാറുണ്ടായിരുന്നു. ആരെ കണ്ടാലും ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് പ്രിയപ്പെട്ട യൂനുസ് ചോദിക്കാറുണ്ടായിരുന്നത്. ഇങ്ങനെ മറ്റുള്ള ആളുകളുടെ ആരോഗ്യ സംരക്ഷണവുമായി നടന്ന പ്രിയപ്പെട്ട യൂനുസ് എന്നേക്കുമായി നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ്. ചെറുപ്പം മുതൽക്ക് തന്നെ പ്രത്യേകമായ രീതിയിലുള്ള സ്വഭാവവൈശിഷ്ട്യത്തിന്റെ ഉടമയായിരുന്ന യൂനുസ് പ്രത്യേകമായ ബുദ്ധിഭയവും മറ്റുള്ള ആളുകളോടൊക്കെ ഒരു പെരുമാറ്റ രീതികളുടെ കയ്യിലുള്ള കഴിവുകളും എല്ലാം കൊണ്ടും മറ്റുള്ള കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായ ചെറുപ്പത്തിലെ ഒരു പ്രത്യേകമായ സ്വഭാവത്തിനുടമയായിരുന്നു പ്രിയപ്പെട്ട യൂനുസ്. പ്രത്യേകിച്ച് കുടുംബത്തിന്റെ മാതാപിതാക്കളുടെ ദീനി ചിട്ടയോടെ വളർത്തി എന്നുള്ളതും യൂനുസിന്റെ വളർച്ചയിൽ വളരെയേറെ ഫലം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവിതം ദർശിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏത് സന്ദർഭങ്ങളിലും ദീനീപരമായ വിഷയങ്ങളിൽ വളരെയേറെ താല്പര്യത്തോടെ ചോദിക്കുകയും പഠിക്കുകയും ഒക്കെ ഇതിന്റെ ഇടയിലും അദ്ദേഹം ചെയ്തിരുന്നു എന്നുള്ളത് അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. ചെറുപ്പം മുതൽക്ക് തന്നെ പഠനരംഗത്ത് മികവ് പുലർത്തിയ പ്രത്യേകമായി നല്ല രീതിയിൽ ശ്രദ്ധേയനായിരുന്നു പ്രിയപ്പെട്ട യൂനുസ്. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് ജനറൽ സർജറിയിൽ PG കഴിഞ്ഞ പ്രിയപ്പെട്ട യൂനുസ് മികച്ച വിദ്യാർത്ഥിക്കുള്ള സ്വർണ്ണ മെഡൽ സ്വന്തമാക്കിയിരുന്നു. എല്ലാം കൊണ്ടും അദ്ദേഹത്തിന്റെ ജീവിതം വളരെയേറെ സുന്ദരമായ രീതിയിലായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. എല്ലാ രംഗത്തും അദ്ദേഹം വിജയിച്ചിരുന്നു. എവിടെയും പരാജയം അദ്ദേഹത്തിന് അനുഭവപ്പെടേണ്ടി വന്നിട്ടില്ല. ഇനിയും അള്ളാഹു തആല വിജയം നൽകട്ടെ എന്ന് നമുക്ക് അള്ളാഹുവോട് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി എത്ര വലിയ തിരക്ക് പിടിച്ച ജോലികൾക്കിടയിലും കിഡ്നി മാറ്റിവെക്കൽ ശാസ്ത്രകരയിലുമൊക്കെ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സ്നേഹിതൻ മതചിട്ടകൾ കണിശത പാലിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എപ്പോഴും ഈ വിനീതോന്ന് പറയാറുണ്ട്, ഉസ്താദുമാർക്കും മാത്രം സ്വർഗത്തിലേക്ക് പോയാൽ പോരാ, ഡോക്ടർമാർക്കും സ്വർഗത്തിലേക്ക് പോകണം. ഇതാണ് പലപ്പോഴുമായി പറയാറുള്ളത്. ഞങ്ങൾക്കും സ്വർഗത്തിലേക്ക് പോകണം. നിങ്ങൾ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഇബാദത്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ആളുകളെ ട്രീറ്റ്മെന്റ് ചെയ്തും യാതൊരു വഞ്ചനയുമില്ലാതെ ആത്മാർത്ഥമായി ഒരാളുടെ ശരീരം ഒരാളുടെ രോഗം മാറ്റുന്നതിനും അതുപോലെ തന്നെ മറ്റുള്ള രീതിയിലുള്ള അസുഖങ്ങൾ വരുമ്പോൾ അത് ഭേദമാക്കുന്നതിനുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥന നടത്തി ഈ ഒരു രീതിയിൽ ഞങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അതിലൂടെയാണ് ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നത് എന്ന് പലപ്പോഴും ഈ വിനീതനോട് പറയാറുള്ള ആളാണ് പ്രിയപ്പെട്ട യൂനുസ്. മക്കളും പേരമക്കളുമൊക്കെയായി ജീവിക്കണമെങ്കിൽ ആരോഗ്യ സംരക്ഷണം നിലനിർത്തണം. അത് എപ്പോഴും വളരെയേറെ ശ്രദ്ധയോടെ കൊണ്ടു നടന്നെങ്കിലേ നമുക്ക് സാധ്യമാകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും ഉപദേശിക്കുന്ന ഒരാളായിരുന്നു പ്രിയപ്പെട്ട യൂനുസ്. അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി അദ്ദേഹത്തിന്റെ വോയിസുകളൊക്കെ കുടുംബത്തിനും കുടുംബ ഗ്രൂപ്പുകളൊക്കെ വരാറുള്ളത് ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്.
അവസാനമായി അദ്ദേഹം ആ കുടുംബത്തിന് അയച്ച സന്ദേശവും അതാണ്. തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ് എന്ന് പറയുന്ന ഖുർആന്റെ അതിന്റെ അർത്ഥവും അതിന്റെ തഫ്സീറുകളും അതിനെക്കുറിച്ചുള്ള ഒരു 10-25 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പ്രസംഗമായിരുന്നു കുടുംബത്തിന് വിട്ടുകൊടുത്തത്. അഥവാ ഇതിനിടയിലും തിരക്ക് പിടിച്ച ഈ ശാസ്ത്രികൾക്കിടയിലും അതുപോലെ തന്നെ രോഗികളെ ചികിത്സിക്കുന്നതിൻ്റെ ഇടയിലും ഒഴിവുള്ള സമയങ്ങളിൽ വിശുദ്ധമായ ഖുർആൻ പഠിക്കുവാനും അത് പകർത്തുവാനും അത് ജനങ്ങളോട് ചോദിക്കുവാനും ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ പ്രത്യേകമായൊരു കഴിവായിരുന്നു പ്രിയപ്പെട്ട ഡോക്ടർക്കുണ്ടായിരുന്നത്. അതൊക്കെ ചെറുപ്പത്തിലുള്ള ദീനീ ചിട്ടയോടെ വളർത്തിയതിന്റെ പരിണിത ഫലമായി കൊണ്ടാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. പലപ്പോഴും എവിടെ കാണുമ്പോഴും സന്തോഷത്തോടുകൂടി ജീവിക്കണമെന്ന് ഉപദേശിക്കാറുള്ള പ്രിയപ്പെട്ട ഡോക്ടർ നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ്. എത്രയോ ആളുകളാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ വളരെയേറെ പ്രയാസപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഡോക്ടർമാരുമൊക്കെയായി വല്ലാതെ പ്രയാസത്തിലാണുള്ളത്. ആ കുടുംബത്തിന് ഏക അത്താണിയായിരുന്നു പ്രിയപ്പെട്ട ഡോക്ടർ യൂനസ്. സർവശക്തനായ അള്ളാഹുവിന്റെ ഓരോരോ കഴിവ്, അള്ളാഹുവിന്റെ ഖദറുകളും അള്ളാഹുവിന്റെ ഓരോ തീരുമാനങ്ങളും അത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ട സഹോദരന് പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തെയും നമ്മയും അവന്റെ ജന്നാത്തുൻ നഈമിൽ അള്ളാഹുത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രിയപ്പെട്ട സുഹൃത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. ജഗന്നിയന്താവായ തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.